ചന്ദനമഴ എന്ന സീരിയലിലൂടെ ശീതൾ എന്ന ക്യാരക്ടർ എല്ലാ മലയാളികളുടെ മനസ്സിൽ ഇന്നൊരു ഓർമ്മയാണ്. പക്ഷെ അവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. ആ ശീതൾ ഇന്ന് എവിടെ? വേറെ എങ്ങും പോയിട്ടില്ല. നല്ല സുന്ദരിയായിട്ട് മിടുക്കോട് ആ ശീതൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ ഒരു വെള്ളരിപ്രാവ്. ശീതൾ നമസ്കാരം. നമസ്കാരം. എവിടെയായിരുന്നു ശീതൾ? ചെറിയൊരു ബ്രേക്ക് എടുത്തു. ശരിക്കും അതിലൊരു സൈക്കോ ക്യാരക്ടർ തന്നെയായിരുന്നു. നമുക്ക് തന്നെ കാണുമ്പോൾ അങ്ങ് ഇത് എന്നാടാ, പക്ഷെ അഭിനയം എന്ന് വെച്ചാൽ അതാണ് അഭിനയം. അപ്പോൾ നമ്മൾ ചിന്തിക്കും ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടോ, അല്ലെ അഭിനയിക്കാൻ അറിയത്തില്ലെങ്കിൽ ആണെങ്കിൽ ഓക്കെ, ഫീൽഡ് ഔട്ട് ആയെന്ന് പറയാം. എന്തുകൊണ്ട് ബ്രേക്ക് എടുത്തു? ഫാമിലി ആയതുകൊണ്ട് കല്യാണം കഴിഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ടൊരു ചെറിയ ഗ്യാപ്പ് എടുത്തു. എന്നാലും അഭിനയിക്കണമെന്നൊരു ആഗ്രഹമില്ലേ? തിരിച്ചു വരും. ഞങ്ങൾ മലയാളികൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ശരിക്കും ആ ക്യാരക്ടർ സൈക്കോ ആണെങ്കിലും ശീതളിനോട് അടുത്തറിയാവുന്ന വ്യക്തികൾക്കറിയാം ശീതൾ ആരാന്നല്ലേ. എന്തോ ഇഷ്ടമാണ് ഈ വ്യക്തി എല്ലാവർക്കും. എന്തുവാണ് ആത്മയെ പറ്റി പറയാനുള്ളത്? ആത്മീയ സന്തോഷമാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിക്കും. എത്ര വർഷമായിട്ടുണ്ട് അംഗത്വം? ഞാനിപ്പോ എനിക്ക് തോന്നുന്നു 8 വർഷമായിട്ടുണ്ട്. 8 വർഷമായിട്ടുണ്ട്. ആ തുടക്ക സമയവും ഇന്നത്തെ ഈ ഒരു സംഘടനയുടെ പ്രവർത്തനം നോക്കുമ്പോൾ മാറ്റങ്ങളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് പേരെ സഹായിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആത്മാവിടെ ഓടിയെത്തും. ഏത് ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി സപ്പോർട്ട് ആണെങ്കിലും ഒരാളുടെ ഇപ്പം ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വന്ന് ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കും, ഫിനാൻഷ്യലി ആണെങ്കിൽ അവിടെ നിൽക്കും. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു വിഷയം ഉണ്ടായാൽ ആത്മ ഇടപെടും. ആർട്ടിസ്റ്റുകൾക്ക് എന്നും ആത്മീയ ഒരു ബലം തന്നെ. തീർച്ചയായിട്ടും ഒരു മാറ്റം അതിലില്ല. തീർച്ചയായിട്ടും. പിന്നെ പ്രായമായവർക്ക് അവർ ബോണസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഒരു പൈസ കൊടുത്തവർ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് ഫീൽഡിലേക്ക് വരുന്നവർക്ക് നല്ലൊരു പ്രചോദനം കൂടിയാണ്. എന്തുണ്ടെങ്കിലും നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, എന്തുണ്ടെങ്കിലും ആത്മ ഉണ്ടെന്നുള്ള ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. ഇത്രയും പുഞ്ചിരിക്കുന്ന ആളുകളോട് ഇത്രയും ഇടപെടുന്ന വ്യക്തി എങ്ങനെ ഈ നെഗറ്റീവ് റോൾ അല്ലെങ്കിൽ ഈ സൈക്കോ റോൾ ചെയ്യാൻ പറ്റി? അതല്ലേ നമ്മുടെ പ്രൊഫഷൻ. അതെ, അതങ്ങനെയാണ്. നമുക്ക് എനിക്ക് കൂടുതൽ കംഫർട്ട് നെഗറ്റീവ് തന്നെയാണ്. പോസിറ്റീവ് നമ്മൾ ആ ഒരു കാര്യത്തിൽ സെയിം. എനിക്കും അതെ. നെഗറ്റീവ് എന്ന് ഉദ്ദേശിച്ച നെഗറ്റീവ് ക്യാരക്ടറാണ്. ഓ അല്ല, നെഗറ്റീവ് കമന്റ് അല്ല, നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ് എനിക്ക് ഇപ്പോഴും. ഞാൻ ഫീൽഡിൽ നിന്ന് മാറിയിട്ട് ഒരു 6 വർഷമായി. കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ മാറിയതാണ്. പക്ഷെ ഇപ്പോഴും എവിടെയെങ്കിലും പോയാൽ ഒരു 10 പേരെങ്കിലും നമ്മളെ തിരിച്ചറിയും. അതായത് അത് വലിയൊരു അംഗീകാരമാണ്. കാരണം 6 വർഷത്തിന് ശേഷമാണ് ഇപ്പം ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. എന്നിട്ടും ആളുകൾക്ക് അത് മനസ്സിൽ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെ. തീർച്ചയായിട്ടും. ഇനി മുന്നോട്ടുള്ള യാത്രകൾ എന്തൊക്കെയാണ്? ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഹസ്ബൻഡ് ഇങ്ങനെ നിർബന്ധിക്കാറുണ്ട് ചെയ്യാൻ. പിന്നെ നമ്മൾക്ക് ഓൾറെഡി പ്രൊജക്റ്റ് ഉണ്ട്. ഹസ്ബൻഡ് പ്രൊഡ്യൂസറാണ്. പ്രൊജക്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാലോ. ഞങ്ങളുടെ തലവനാണ്. ചെയ്യാലോ. മക്കളൊക്കെ ഒന്ന് സ്കൂളിലൊക്കെ പോയി അവരൊന്ന് സെറ്റിലായാൽ ചെയ്യാം. അപ്പൊ ഇനി തിരിച്ചു വരും. തീർച്ചയായിട്ടും വരും. അതൊരു 1.5 വരവായിരിക്കും. ഒറ്റ കാര്യം പറയാനുള്ള, അടിച്ചു കയറി വാ. താങ്ക് യു സോ മച്ച്. ചേച്ചി, ഞാനും ചേച്ചി ഒരു ബന്ധമുണ്ട്. ചേച്ചിയുടെ മോനെ ഞാൻ ഇന്റർവ്യൂ എടുത്തു. അതായത് ഇന്ന് ബിഗ് ബോസിലുള്ള ഋഷിയെ. അപ്പൊ ആ ഋഷി ഏറ്റവും കൂടുതൽ പറയുന്നത് അമ്മയാണ് ഋഷി മിസ് ചെയ്യുന്നത് പറഞ്ഞു. ശരിക്കും ചേച്ചിയെ സ്ക്രീനിൽ കാണുമ്പം അഭിനയത്തിന്റെ സിംഹം എന്ന് തന്നെ ഞങ്ങൾ വിശേഷിക്കും കേട്ടോ പ്രേക്ഷകരെ. ഇത്രയും സിമ്പിൾ ആണല്ലോ, പക്ഷെ സ്ക്രീനിൽ അങ്ങനെ അല്ലല്ലോ. ക്യാമറ ഓണാക്കിയ തകർക്കും. ജീവിക്കണ്ടേ. എന്താണ് ആത്മയുടെ വിശേഷങ്ങൾ? ഇന്നത്തെ വിശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റുക, എല്ലാവരും കാണാൻ വർഷത്തിലൊരു ദിവസം ഇങ്ങനെ എല്ലാവരും കാണാൻ, അതൊരു ഭയങ്കര സന്തോഷം അല്ലേ. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ ചേച്ചിയുടെ? പുതിയത് ഉപ്പുമുളക് തുടങ്ങാൻ പോണു. സീസൺ 3 തുടങ്ങാൻ പോണു. ഉപ്പുമുളകും തുടങ്ങാൻ പോവുകയാണ്. ഓ, അപ്പൊ അടിച്ച് കയറി വരട്ടെ ചേച്ചി. എല്ലാവിധ ആശംസകളും. താങ്ക് യു. കാണുമ്പം കട്ട കലിപ്പ്, ഇടപെട്ട് കഴിഞ്ഞ ഇതുപോലെ ശുദ്ധമായിട്ടുള്ള മനസ്സുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ മച്ചാനെ ഇങ്ങനൊരു വ്യക്തിയിലെ സ്വാഗതം ചെയ്യാം. ഇട ചേച്ചി, മച്ചാനെ. അടുത്ത ട്രോളിന് ഹാപ്പി അല്ലേ? പിന്നെ ഭയങ്കര. പിന്നെ എത്ര വർഷമായിട്ട് ഈ സംഘടനയിലുണ്ട്? ഞാൻ 2007 എനിക്ക് 2007 2008. ഈ ആത്മയിൽ തുടക്ക സമയം വന്നപ്പോൾ ഇപ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആത്മ ഭയങ്കരമായിട്ട് ഇപ്പോൾ വളർന്നു. ഇതിനകത്ത് എല്ലാവർക്കും അറിയാം, എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന സമയത്ത് ഇവിടുന്ന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എനി ടൈം നമുക്കിവിടെ ദിനേശ് അങ്കിളിനെയോ അപ്പോൾ ഗണേശ് സാറിനെയോ ആരാണെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളൊരു വീട്ടിൽ കയറുന്ന ഒരു ഫീൽ. പിന്നെ നമുക്ക് എല്ലാത്തിനും ആൾക്കാരുണ്ട്. കുറേ പേര് നമ്മുടെ കൂടെ ഉള്ളെന്നൊരു സാധനം ഉണ്ടല്ലോ. ഒരുപാട് പേര് മോഡേണായിട്ട് വരുമ്പോഴും വീണ ചേച്ചി വ്യത്യസ്തയാക്കിയത് ഒരു നാടൻ കാണുന്ന ആളുകൾക്ക് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എന്തോ ഇഷ്ടമാണ് ഈ വ്യക്തി. ഈ ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ, നെഗറ്റീവ് റോള്, കോമഡി. ഇതിലേറ്റവും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള റോൾ ഏതാ?
ചെയ്യാൻ ആഗ്രഹമുള്ളത്. അല്ലെ ചെയ്തത് ചെയ്യാൻ ആഗ്രഹമുള്ളത്. വെള്ളിമൂങ്ങയാണ് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ, പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെ ഏത് ക്യാരക്ടർ കിട്ടിയാലും എനിക്ക് ബോണസാ. വെള്ളിമൂങ്ങ ഞാൻ എൻ്റെ സംഭവം തെളിയിച്ചു. വെള്ളിമൂങ്ങ അങ്ങനെയല്ല, അതിന് ഫസ്റ്റ് പടമാണ്. അതിനകത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ആ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് ഇപ്പോഴും എവിടെ പോയാലും ആൾക്കാർക്ക് എന്നെ അറിയുന്നത്. വീണ ചേച്ചിയെ ഒറ്റവട്ടം ആൾക്കാർ സംസാരിച്ച പിന്നെ ജീവിതത്തിൽ മറക്കത്തില്ല. അതെ, നല്ല അനുഭവമായിരിക്കും. അതാ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമുക്ക് ഇനി ചെറിയ ടാസ്ക് കൊടുക്കാൻ പോവാണ്. ഔട്ട്ഫിറ്റ് വെർത്ത് സാരിയുടെ വില ഇത് 2685 തോന്നുന്നു. ഓക്കെ. വാച്ച് ടെമ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു ആഫ്രിക്കൻ ബ്രാൻഡായത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. റീനമോൾ ഗിഫ്റ്റ് തന്ന വാച്ചാണ്. ആഫ്രിക്കൻ ബ്രാൻഡ്. 15 എന്തോ ഇതിന്റെ പ്രൈസ്. ഫോൺ 13 Pro Max. കമ്മല് കേട്ടസിയാണ് മാഗ്ന എന്ന് പറഞ്ഞ കമ്പനി. മാല ഇതെനിക്കറിയില്ല, 20 എന്തോ ആണ്. അപ്പോൾ ഒരു 1.5 മുതല കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. കണ്ടാലൊരു വില്ലൻ, പക്ഷെ റിയൽ ലൈഫിൽ ഒരു ശുദ്ധൻ. ശോഭിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആ സൗണ്ടിൽ തന്നെ എല്ലാം ഉണ്ട്. സംഘടനയുമായിട്ടുള്ളൊരു ബന്ധം ഒന്ന് പങ്കുവെക്കാവോ? സംഘടനയുമായിട്ടുള്ള ബന്ധം നല്ല ബന്ധമാണ്. ഞാൻ തുടങ്ങിയപ്പോൾ സാധാരണ ഒരംഗമായിട്ട് തുടങ്ങി. കഴിഞ്ഞ ഭരണസമിതിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. ആത്മാവിൽ ഒരു ആത്മയാണ്. തീർച്ചയായിട്ടും എന്നും നമ്മുടെ ആത്മാവിനോട് ചേർത്ത് വെക്കുന്ന ഒരു സംഘടനയാണ്. പ്രത്യേകിച്ചും ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഞാൻ പറയില്ല, നമുക്ക് എല്ലാ വർഷവും എല്ലാവരെയും നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. പക്ഷേ എല്ലാ വർഷവും ഈ ദിവസം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പൊതുയോഗം എന്ന് പറയുന്നത്, ഞങ്ങൾ ആത്മയിലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കിടാനും ഒപ്പം ഒരു ഗെറ്റ് ടുഗദർ പോലെ നമുക്ക് എല്ലാവരെയും കണ്ട് അവരെ ആശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ വിശേഷങ്ങൾ അറിയാനും കിട്ടുന്ന ഒരു ദിവസമാണ്. ചേട്ടൻ്റെ മുഖത്ത് തന്നെ ഒരു സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ 2 മീറ്റിങ്ങാണുള്ളത്. ഒന്ന് ഫെഫ്ക MDTVയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ അവിടെ പോയി ജസ്റ്റ് തല കാണിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ, കാരണം ഇന്ന് ഈ ഒരു മീറ്റിങ്ങിൻ്റെ പ്രത്യേകത, എനിക്ക് കഴിഞ്ഞ വർഷത്തെ സംസ്കാര പുരസ്കാരം കിട്ടിയതിൻ്റെ ഒരു ആഗ്രഹവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒരു ഡബിൾ ധമാക്ക എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ സീരിയലിലല്ല, സിനിമയിലാണ്. കാരണം ഇപ്പോൾ ഞാൻ 14-ാം തീയതി എൻ്റെ ഒരു സിനിമ റിലീസാവുന്നു. ഗിർ എന്നാണ് പടത്തിൻ്റെ പേര്. കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് അഭിനയിച്ച അതിൽ ഇന്നുവരെ ഞാൻ മലയാള സിനിമയിൽ ചെയ്യാത്ത തരത്തിലൊരു ഡിഫറെൻറ്റ് ലുക്കോട് കൂടി എൻ്റെ ക്യാരക്ടർ വരുന്നു എന്നുള്ളതിന് അതൊരു സസ്പെൻസാണ്. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുന്നു. സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. 14-ാം തീയതി കാത്തിരിക്കുക മാത്രമല്ല, 14-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. തീർച്ചയായിട്ടും അതൊരു നല്ല പടമായിരിക്കും. ഇപ്പം തന്നെ അതിൻ്റെ എന്താ പറയുക, എൻ്റെ ട്രെയിലറെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. സിംഹമാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ. കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമൂടുമാണ് അതിൽ ഹീറോ ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനഘ എന്ന് പറയുന്ന നടിയാണ് നായിക. അപ്പോൾ അതാണ് ഒരു വിഷയം. പിന്നെ ഇപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഷറഫുദ്ദീൻ നായകനായിട്ട് അഭിനയിക്കുന്ന ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം വലിയൊരു സന്തോഷം, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലല്ല, എമ്പുരാനല്ല. ലാലേട്ടനും ശോഭനയും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമ. M. രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. അതിന് പേരിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷം, ലാലേട്ടൻ്റെ കൂടെ ഒരു സീൻ അഭിനയിച്ചിട്ട് വന്നതിൻ്റെ ഒരു വലിയ സന്തോഷം മുഖത്തുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം അല്ലേ? കാരണം ആത്മയാണ് ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ വർഷത്തെ ആത്മയേക്കാൾ എന്ത് വ്യത്യസ്തത ഈ വർഷമുണ്ട്? ഒരു ഐഡിയയില്ല, ഉള്ളിൽ പോയി നോക്കണം, എല്ലാവരും കാണാമെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ പലവിടെയും വർക്ക് ചെയ്യുന്നു, പല സ്ഥലത്തായി വർക്ക് ചെയ്യുന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്നിച്ച് കാണാമെന്നുള്ളതാണല്ലോ ഇന്നത്തെ ഏറ്റവും പുതുമ എന്ന് പറയുന്നത്. എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് മീറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ എന്നെ അറിയണം. അന്നും ഇന്നും ഈ എനർജിക്ക് ഒരു കുറവില്ല കേട്ടോ. സന്തോഷമായി ജീവിക്കുന്നു, ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. അപ്പോൾ നാച്ചുറലി നിങ്ങളുടെ സ്നേഹം കൊണ്ട് എനർജി നിലനിൽക്കും. പുതിയ വർക്കുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഫിലിമാണ് 2 ഇറങ്ങാനുള്ളത്. ലേഡി വിത്ത് വിങ്സും റിവെഞ്ച് എന്നും പറഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. നമസ്കാരം. അപ്പം ആത്മയാണല്ലോ നിങ്ങളുടെ ഒരു വർഷം കൂടുമ്പോൾ നിങ്ങൾ ഒന്നിക്കുന്ന എല്ലാവരും അല്ലേ? കാരണം സീരിയലാണേലും പല സീരിയലുള്ളവർ ഒന്നിക്കുന്ന ഒരു ദിവസം ആത്മയുടെ സന്തോഷം എന്നാണ് പങ്കുവെക്കാനുള്ളത്. ആത്മയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെ കൂടെയുള്ള ഞങ്ങളുടെ പല ഫ്രണ്ട്സുകൾ അല്ല പല വർക്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് പിന്നീട് നമ്മൾ കാണുന്ന വളരെ റെയറായിട്ടായിരിക്കും. അപ്പം വീണ്ടും കാണുമ്പോൾ നമുക്കൊരു
കൂട്ടായ്മ ഒരു ഒത്തുചേരൽ മാത്രമാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം, ഒത്തിരി പേരെ കാണുന്നത്, പരിചയം പുതുക്കൽ, ആ ഒരു എന്താ പറയാ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. സന്തോഷം പങ്കുവെക്കാനുണ്ട്. നമുക്ക് ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്, ഔട്ട്ഫിറ്റ് വെർത്ത് ഈ കോസ്റ്റ്യൂമിന്റെ വില. അത് പറയണോ? കല്യാണി പോയി ചെക്ക് ചെയ്താൽ മതി. വേണം, പറയണം. എനിക്ക് ഓർമ്മയില്ല. സ്കിപ്പ് ആകും കേട്ടോ. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ പാർവതിയാണ് ഏറ്റവും നല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ സീരിയൽ. പിന്നെ മൂവി വിശേഷങ്ങൾ JSK ഇപ്പം ഇറങ്ങാൻ പോവാണ്, സുരേഷ് ഏട്ടൻ്റെ. പിന്നെ വേറൊരു വലിയൊരു സർപ്രൈസ് വരാനുണ്ട്, അത് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. അടിച്ച് കയറി വാ. അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.